ഹലോ ഗായ്സ്, അപ്പം നമ്മളിന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പം നമ്മളിപ്പം ജ്യോതിയിലെത്തി. ഇപ്പം ഇവിടുത്തെ നമ്മൾ റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ റൂം എന്ന് പറയുമ്പോൾ നമ്മൾ അപ്പാർട്ട്മെൻറ്റ് അവിടെ മിക്കവരും എടുക്കുന്നത്. സ്റ്റുഡൻസ് ആയിട്ട് വരുന്നവരും മിക്കവരും അപ്പാർട്ട്മെൻറ്റ് എടുക്കുന്നത്. അപ്പം നമുക്ക് അപ്പാർട്ട്മെൻറ്റ് സെറ്റ് ആയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു അപ്പാർട്ട്മെൻറ്റ് ടൂറിലേക്കാണ് ഇതാണ്. അപ്പം ഇപ്പം ഇവിടെ സ്ഥലത്തിൻ്റെ ഇത് പറയാനാണെങ്കിൽ ഇവിടെ സ്ഥലപ്പേരെന്ന് പറയുമ്പോഴത്തേക്ക് വസപ്ശാല എന്നാണ് എൻ്റെ സ്ഥലപ്പേര്. ഒരുപാട് സ്ഥലങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പം വസപ്ശാല എന്ന് ഇങ്ങനെ അറിയാം. തൊട്ടടുത്ത് തന്നെ നമുക്ക് മെട്രോയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് വേണ്ട നമ്മൾ അപ്പാർട്ട്മെൻറ്റിൻ്റെ തൊട്ട് പുറകെ ഒരു പാർക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ പാർക്കിൻ്റെ അവിടെ ആയിട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്, കണ്ടോ. അവിടെ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വൈകുന്നേരമൊക്കെ സമയത്തോ അല്ലെങ്കിൽ എപ്പോഴായാലും ഇവിടെ വന്നിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാനും അല്ലാതെ പ്ലേ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, കണ്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അപ്പാർട്ട്മെന്റിലേക്കുള്ള കാര്യങ്ങൾ കാണാനായിട്ട് പോവാം. ഓക്കെ ഗൈസ്, ഞങ്ങൾ ഇങ്ങനെ റോഡൊക്കെ ക്രോസ് ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. ഇവിടെ മൊത്തം ബെൻസും BMW ചാകരയാണ് ഇവിടെ. ഇതുണ്ട്, ഇത് തുറക്കണമെങ്കിൽ ഒരു ചിപ്പ് പോലത്തെ ഒരു സാധനമുണ്ട്. അതുണ്ടെങ്കിലേ ഞങ്ങൾക്ക് അപ്പാർട്ട്മെന്റിന്റെ അകത്ത് കയറാൻ പറ്റൂ. സെക്യൂരിറ്റിന്റെ ഒന്നും ഒരു ആവശ്യമൊന്നുമില്ല. പക്ഷെ സെക്യൂർ ആണ്. നമ്മൾ എപ്പോഴും ഇതുണ്ടാകേണ്ടത് സെക്യൂർ ആണ്. ഇതില്ലാതെ എന്തായാലും ആർക്കും അതിന്റെ അകത്തോട്ടൊന്നും കയറാനൊന്നും പറ്റത്തില്ല. ഇവിടെ കൊണ്ട് നമ്മൾ സ്കാൻ ചെയ്താൽ ഓപ്പണായി. സ്കാൻ ചെയ്യാതെ ഒരിക്കലും കയറാൻ പറ്റില്ല. അതാണ് ഇതിന്റെ സെക്യൂരിറ്റി. ലിഫ്റ്റിലും ഇതിന്റെ ആവശ്യമുണ്ട് ഗൈസ്, അല്ലാതെ ഓപ്പണിങ് മാത്രമല്ല, എല്ലാത്തിനും അത് ആവശ്യമാണ്. നമുക്ക് രണ്ടാമത്തെ നില നമ്മൾ വന്നതാണ്ട്. ലിഫ്റ്റിൽ നമുക്ക് ഇത് സ്കാൻ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പൊ എന്താ സ്കാൻ ചെയ്ത് രണ്ടാമത്തെ നിലയില് നമുക്ക് അപ്പാർട്ട്മെന്റ് ഇട്ടേക്കണം. ഓക്കെ, കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒരു വലിയ സ്പേസ് ഉണ്ട്. നമുക്ക് ഇവിടെ വേണമെങ്കിൽ ജാക്കറ്റൊക്കെ ഇടുന്ന സ്പേസ് ഉണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇവിടെയൊക്കെ നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാനായിട്ടും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ തുണി അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ വെക്കാനായിട്ടൊക്കെ ഉള്ള സ്പേസ് ഉണ്ട് ഇവിടെ. അപ്പം നമുക്ക് വേറെ നമ്മളിപ്പോൾ വന്നേലേ ഉള്ളൂ. പിന്നെ ഇവിടെ ഷൂ ഒക്കെ വെക്കാനായിട്ടുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. അപ്പം അതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. പിന്നെ ഇവിടെ ഒരു റാക്കറ്റ് ഉണ്ട് നമുക്ക് ഷൂവിലൊക്കെ വെക്കാനായിട്ട്. അങ്ങനെ ഇവിടെ ഇത്രയാണുള്ളത്. പിന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ടുള്ളത് ഇവിടെ ആയിട്ടൊരു ഹീറ്റർ ഉണ്ട്. ഹീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തണുപ്പ് കാലത്ത് നല്ല ചൂട് കിട്ടാണ്ട് ഭയങ്കര തണുപ്പ് ഇവിടെ -5 പോകും. അപ്പം ഭയങ്കര ചെയ്യാനായിട്ട് ഈ ഹീറ്റർ ഉണ്ട്. നമുക്ക് ഒരു ബാഗുണ്ട്. അങ്ങനെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ടോയ്ലറ്റ് വരുന്നുണ്ട്. അപ്പം ടോയ്ലറ്റിന് അകത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇത് നമുക്ക് കുളിക്കാനായിട്ടുള്ളൊരു സ്പേസ് ആണ്. അപ്പം കുളിക്കാനായിട്ട് മാത്രമായിട്ടുള്ളൊരു സ്പേസ് തന്നിട്ടുണ്ട്. ഇങ്ങനെ ഇത് കൊള്ളാം, സെറ്റപ്പൊക്കെ അടിപൊളി തന്നെ. പിന്നെ ബാത്തപ്പ് കണക്കൊക്കെ ഉള്ള സംഭവം. പിന്നെ വരുവാണെങ്കിൽ അവിടെ വാഷിംഗ് മെഷീൻ വന്നിട്ടുണ്ട്. പിന്നെ പിന്നെ ടോയ്ലറ്റിൽ പോകാനായിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങൾ. പിന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് ഒക്കെ ഉണ്ട്. നമുക്ക് ബ്രഷ് കാര്യങ്ങൾ ക്ലീനൊക്കെ വെക്കാനായിട്ടുള്ള സ്റ്റോറേജ് ഉണ്ട്. പിന്നെ ഇത്രയൊക്കെയുള്ള ബാത്റൂമിൽ പറയാനായിട്ട്. ഇങ്ങോട്ട് നിന്നാണ് നമുക്ക് ചെയർസ് എന്ന് പറയുമ്പോൾ ബാറിലായിട്ട് കഴിഞ്ഞാണ് സെറ്റപ്പ് കൊടുക്കാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് കഴിക്കുകയും ചെയ്യാം. അങ്ങനെ നമ്മൾ അടിക്കുകയും ചെയ്യാൻ പറ്റും. നമ്മൾ അടിക്കുന്നതിന് അങ്ങനത്തെ സെറ്റപ്പൊന്നും ഇല്ല. അപ്പം അങ്ങനെയുള്ള സെറ്റപ്പ് ഇങ്ങനെയുള്ള ചെയർസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് കിച്ചണ്, നമ്മളെ കിച്ചൺ ഏരിയ ആണ്. അപ്പോൾ കിച്ചൺ ഏരിയ എന്ന് പറയുമ്പോൾ 4 അടുപ്പ് എന്നുള്ള സ്റ്റവ് ഇങ്ങനെ വരുന്നത്. അപ്പൊ നമുക്ക് കത്തിക്കുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ നമ്മള് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതൊന്നും വേണ്ട. നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴേ ഇത് കത്തിക്കോളും. പിന്നെ ഇത് കണ്ട ഈ സംഭവം ഞങ്ങൾ ആദ്യം വന്നപ്പോൾ ഞങ്ങൾ വെറുതെ ചോദിച്ചേക്കാന്ന്. പക്ഷെ ഇത് സത്യം പറഞ്ഞാൽ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനായിട്ടുള്ള ഇതാണ്. ഇതിനകത്ത് ടീ പൗഡർ ഇടാം, ഇതിനകത്ത് ഷുഗർ ഇടാം, ഇതിനകത്ത് കോഫി പൗഡർ ഇടാം. അങ്ങനെ ആ ഒരു ഇതാണ് കേട്ടോ. അങ്ങനെ ഇത് തുറന്നിട്ട് നമുക്ക് ഇട്ട് വെക്കാനായിട്ടുള്ള സ്റ്റോർ റൂമാണ്. പിന്നെ ഇവിടെ എല്ലാം വരുമ്പോഴത്തേക്ക് നമുക്ക് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഇത് പറഞ്ഞാൽ ഇവിടെയും കബോർഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയും കബോർഡ്സ് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ടുള്ള കബോർഡും കാര്യങ്ങളും. പിന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്കൊരു ഓവൻ വരുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് കിച്ചണിന്റെ കാര്യങ്ങൾ. ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ ഹാളാണ്. ഹാളിൽ നമുക്ക് സോഫ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഷെൽഫിനകത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ മൊത്തം പാത്രങ്ങളും ഗ്ലാസ്സുകളൊക്കെയാണ്. ഇതൊക്കെ നമ്മളെ ഓർഡർ പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ എടുത്ത് ഉപയോഗിക്കാന്ന് പറഞ്ഞു. പക്ഷെ നശിപ്പിക്കരുതെന്ന് വന്നേക്കുന്നത് നമ്മൾ എടുത്തിട്ടില്ല. പിന്നെ ഇങ്ങോട്ട് വരുന്നതാണ് ഇവിടെ ടി വി നമ്മൾ തന്നിട്ടുണ്ട്. നല്ല LED TV ആണ്. പിന്നെ AC തന്നിട്ടുണ്ട്. AC ഇപ്പൊ ഇവിടെ തണുപ്പ് വൈകുന്നേരം നല്ല തണുപ്പ്, അതുകൊണ്ട് നമ്മൾ AC ഒന്നും ഉപയോഗിക്കാറില്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നമാണ്. പിന്നെ ഇവിടെ നിന്ന് നേരെ ഇറങ്ങുകയാണെങ്കിൽ ബാൽക്കണിയിലൊക്കെ ഇറങ്ങാം. ബാൽക്കണിയിലൊക്കെ ഇറങ്ങാൻ നല്ലൊരു വ്യൂ ആണ്.
റോഡ് സൈഡിലാണ് നമ്മുടെ അപ്പാർട്ട്മെന്റ് വരുന്നത്. അതുകൊണ്ട് നല്ലൊരു വ്യൂ ആയിരുന്നു. നോക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു കാഴ്ച, വണ്ടികളെല്ലാം പോലെ കാണാം. പിന്നെ തൊട്ട് അവിടെ തന്നെ അവിടെയായിട്ട് തന്നെ നമ്മുടെ സൂപ്പർ മാർക്കറ്റ് വരുന്നത്, അവിടെ പാർക്കിങ്ങും വരുന്നത്. പിന്നെ താഴെ തന്നെ നമുക്ക് വൈൻ പാർലർ വരുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള കുറേ സെറ്റപ്പുകൾ ഇവിടെ തന്നെ ഉണ്ട്. ഇനി ഇതൊക്കെ ഈ കാണുന്നതൊക്കെ അപ്പാർട്ട്മെന്റ്, ഓരോ അപ്പാർട്ട്മെന്റാണ്. ഇവിടുത്തെ കൂടുതൽ ആൾക്കാർ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിലൊക്കെ തന്നെ, അല്ലാതെ സ്വന്തമായിട്ട് നമ്മളവിടെ താമസിക്കുന്ന വീടുകളൊക്കെ ചുരുക്കേ ഉള്ളൂ. മെയിനായിട്ട് അപ്പാർട്ട്മെന്റാണ് എല്ലാവരും എടുക്കുന്നത്. ഞാനാണ് നിശാന്ത്. ഇവിടെ തുണിയും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ കൊള്ളാം, അടിപൊളി തന്നെയാണ് സംഭവം. ഇവിടെ ഒരു മിറർ വരുന്നുണ്ട്, വലിയൊരു മിറർ, നമുക്ക് കാല് വരുന്നുണ്ട്. പിന്നെ നിശാന്തിന്റെ റൂമിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഹീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് തണുപ്പ് വരുന്നത് ഭയങ്കര സെറ്റാണ്. പിന്നെ ഇവിടെ നേരെ ഇങ്ങനെ ആക്കി നമ്മള് വേണ്ടേ ഈ സംഭവം നമ്മള് ഒന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെളിച്ചം നമുക്ക് റൂമിലേക്ക് അടിക്കും. അല്ല അപ്പൊ നമുക്ക് അടുത്ത എന്റെ റൂമിലേക്ക് പോവാം. എന്റെ റൂം എന്ന് പറയുന്നത് ഇതാണ് എന്റെ റൂം. ഇതാണ് ഒരാൾക്ക് കിടക്കാനായിട്ട് ഒരാൾക്കുള്ള ബെഡാണ് ഇത് ഇവിടെ വരുന്നത്. പിന്നെ ഇവിടെ ആയിട്ടുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ സാധനങ്ങൾ വെക്കാനായിട്ട് നമുക്ക് വലിയൊരു കണ്ണാടി അങ്ങനെ സ്പേസ് സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇപ്പൊ വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്പേസ് വന്നിട്ടുണ്ട്. എന്റെ റൂമിലായിട്ടും ഹീറ്റർ വരുന്നുണ്ട്. പിന്നെ ഇവിടെ പറയാനാണെങ്കിൽ ഇതാണ്ട് ഇത് കണ്ടോ, ഇത് നമ്മുടെ നാട്ടിലൊന്നും ഉള്ള സ്വിച്ച് ബോർഡ് അല്ല. ഇവിടെ എന്ന് പറയുന്നത് വെറൈറ്റി സ്വിച്ച് ബോർഡൊക്കെയാണ് വരുന്നത്. അപ്പം നമുക്ക് അത് കുത്തണമെങ്കിൽ ഇവിടെ യൂണിവേഴ്സൽ അഡാപ്റ്റർ എന്ന് പറയാം. അപ്പൊ അത് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അതിങ്ങനെ കുത്തി ചാർജ് ചെയ്യാനായാലും എന്തിനെങ്കിലും ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇതുണ്ടെങ്കിൽ നമുക്ക് പറ്റും. ഇതിപ്പം നിർബന്ധം. ഇവിടെ എല്ലായിടത്തും ഇതേ ഉള്ളു. അതാണ്, ഇത് നിർബന്ധമാണ്. അത്രയൊക്കെ ഉള്ളു ഇവിടെ റൂം, ഇത്രയൊക്കെ ഉള്ളു. പിന്നെ പറയാനായിട്ട് അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല. ഇത്രയൊക്കെ വരുന്നത്. അപ്പൊ ഇതാണ് നമ്മളെ അപ്പാർട്ട്മെന്റ് ടൂർ. ഇത് വരുമ്പോഴത്തേക്ക് ഒരു 550 USD നമുക്ക് വരുന്നത് റെന്റ് കൊടുക്കാനായിട്ട്. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യത്തെ മാസത്തെയും ഏറ്റവും ലാസ്റ്റ് ഒരു വർഷത്തേക്ക് നമ്മൾ അഗ്രിമെന്റ് വരുന്നത്. അപ്പൊ ആ അവസാനത്തെ വർഷത്തെയും ആദ്യത്തെ മാസത്തെ നമ്മൾ അടയ്ക്കണം. അപ്പൊ 1700 USD നമ്മൾ നാട്ടിലാകുമ്പോ ഒരു 89,000 രൂപ വരും. കാരണം പിന്നെ മാസം നമുക്ക് ഇനി 550 വെച്ച് അടച്ചാൽ മതി. പിന്നെ അവസാനത്തെ മാസത്തെ നമുക്ക് വേണമെങ്കിൽ നമ്മളിവിടെ നിൽക്കുന്ന ഉണ്ടെങ്കിൽ നമുക്കത് അങ്ങനെ അവസാനത്തെ മാസത്തേക്ക് എടുക്കാം. അല്ലെങ്കിൽ അത് പിന്നെ നമുക്ക് അത് അവരുടെ ഇതായിട്ട് എടുക്കാം. നമ്മളിപ്പോ ഒരു വർഷം കോൺട്രാക്റ്റിലാക്കി അടുത്ത വട്ടം കാണാം. ഓക്കെ, ബൈ.